പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിലെ CPM-ൻ്റെ പരമോന്നത നേതാവാണ് CPM സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ശ്രീമാൻ MV ഗോവിന്ദൻ. കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയാണ് CPM. ആ പാർട്ടിയുടെ അവസാന വാക്കാണ് ആ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി. ആ സ്ഥാനത്തേക്ക് താരതമ്യേന ജൂനിയർ ആയിട്ട് പോലും 4 വർഷങ്ങൾക്ക് മുമ്പ് കടന്നു വരാൻ ഭാഗ്യം സിദ്ധിച്ച നേതാവാണ് MV ഗോവിന്ദൻ. അദ്ദേഹം ജൂനിയറായി അതിനകത്തേക്ക് കടന്നു വന്നുകൊണ്ടുള്ള അസ്വസ്ഥത സീനിയറായിട്ടുള്ള EP ജയരാജൻ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഗോവിന്ദൻ വന്നു, പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി. ഗോവിന്ദൻ പോളിറ്റ് ബ്യൂറോയിലേക്ക് വന്നു. എന്ന് മാത്രമല്ല, തളിപ്പറമ്പിൽ MLA-യുമാണ് MV ഗോവിന്ദൻ. ആ ഗോവിന്ദൻ തൻ്റെ ഭാര്യയെ തളിപ്പറമ്പിൽ നിന്നുള്ള MLA ആക്കാൻ ഇത്രയേറെ നിർബന്ധം പിടിച്ചത് എന്തിന് എന്നുള്ള സംശയം പാർട്ടി അണികളുടെ ഇടയിൽ, പ്രത്യേകിച്ചും ജനങ്ങളുടെ ഇടയിൽ പൊതുവിലും ഉണ്ടായിട്ടുണ്ട്. കാരണം അത് സ്വാഭാവികമാണ്. കാരണം എന്താ? പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാവാണ് MV ഗോവിന്ദൻ. PK ശ്യാമള പാർട്ടിക്കാരിയായിരുന്നു, SFI-യിൽ ഉണ്ടായിരുന്നു, DYFI-യിൽ ഉണ്ടായിരുന്നു, ജനാധിപത്യ മഹിളയായിരുന്നു, താൻ വിവാഹം കഴിച്ച് കൊണ്ടിരുന്ന സമയത്തെ പാർട്ടിക്കാരിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ വാകീറി തൊണ്ടകീറി MV ഗോവിന്ദന് പറയാമെങ്കിലും PK ശ്യാമളയേക്കാൾ സീനിയർ ആയിട്ടുള്ള എത്രയോ വനിതാ നേതാക്കന്മാർ കണ്ണൂർ ജില്ലയിലുണ്ട്. പേരുകളിലേക്ക് ഞാൻ പോകുന്നില്ല. ഇപ്പം N സുകന്യയൊക്കെ അതിലൊന്ന് മാത്രമാണ്. പതിറ്റാണ്ടുകളായി പാർട്ടിക്ക് വേണ്ടി ഇരുട്ടുവിളക്ക പണിയെടുക്കുന്ന എത്രയോ വനിതകൾ PK ശ്യാമളയെക്കാട്ടിലും സീനിയർ ആയിട്ടുള്ളവർ കണ്ണൂർ ജില്ലയിലുണ്ട്. പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് പോലൊരു ഉറച്ച മണ്ഡലത്തിൽ കണ്ണൂർ ജില്ലയിലെ വനിതാ നേതാക്കന്മാരിൽ വെച്ച് ഏറ്റവും മെച്ചപ്പെട്ട പ്രവർത്തനം കാഴ്ചവെക്കുന്ന, ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരാളെ വേണ്ടിയിരുന്നില്ല അവിടെ നിർത്താൻ. അങ്ങനെ എത്രയോ ഡസൻ കണക്കിന് വനിതാ നേതാക്കന്മാർ കണ്ണൂർ ജില്ലയിലുണ്ട്. അവരെ ഒന്നും പരിഗണിക്കാതെ ഇപ്പോൾ വനിതയാണെങ്കിൽ, ഇപ്പോൾ വനിതാ നേതാവിനെ നിർത്തണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്യാമള വന്നതൊക്കെ ഒന്നുമല്ല. ഒരുപാട് വനിതാ നേതാക്കന്മാർ കണ്ണൂർ പാർട്ടിയിലുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നിട്ടും കേവലം ജില്ലാ കമ്മിറ്റി അംഗം മാത്രമായിട്ടുള്ള PK ശ്യാമളയെ നിർത്തണം എന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഗോവിന്ദൻ എന്തിനിത്ര വാശി പിടിച്ചു എന്നുള്ളത് വലിയ സംശയത്തിന് ഇടവരുത്തിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ MV ഗോവിന്ദൻ എന്താ ചെയ്യേണ്ടിയിരുന്നത്? MV ഗോവിന്ദൻ ചെയ്യേണ്ടത്, എൻ്റെ ഭാര്യയല്ലേ, എൻ്റെ ഭാര്യയെ നിർത്തിയാൽ ആ വിമർശനം വരും, അതുകൊണ്ട് എൻ്റെ ഭാര്യയെ ഞാൻ നിർത്തുന്നില്ല എന്ന് അയാൾക്ക് പറഞ്ഞു ഒഴിയാമായിരുന്നല്ലോ. അവരാണെങ്കിൽ ഇതിനു മുമ്പ് ആന്തൂർ എന്ന് പറഞ്ഞ മുനിസിപ്പാലിറ്റിയിലെ മുനിസിപ്പൽ ചെയർപേഴ്സൺ ആയിരുന്നു. 5 വർഷം അവർ അധികാര സ്ഥാനത്ത് ഇരുന്നതാണ്. അപ്പം അവരെ എന്തിന് MLA മത്സരിപ്പിക്കാൻ ഇയാൾ ഇത്ര നിർബന്ധം പിടിച്ചു എന്നുള്ളത് അത് വലിയ ചർച്ചാ വിഷയമായിരിക്കും. ഇപ്പം TK ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞെന്താ, ഇവരുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരായിട്ട് അതിരൂക്ഷമായിട്ടുള്ള വിമർശനമാണ് പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ വന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ബഹുഭൂരിപക്ഷം ആളുകളും ഈ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തെ ജില്ലാ കമ്മിറ്റിയിൽ എതിർത്തു. തളിപ്പറമ്പ് മണ്ഡലം കമ്മിറ്റിയിലും PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തെ ബഹുഭൂരിപക്ഷം പേര് എതിർത്തു. ജില്ലാ കമ്മിറ്റിയിലും മണ്ഡലം കമ്മിറ്റിയിലും PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തെ ഭൂരിപക്ഷം പേര് എതിർത്തത് ഭർത്താവായിട്ടുള്ള MV ഗോവിന്ദൻ്റെ സാന്നിധ്യത്തിലായിരുന്നു എന്നും TK ഗോവിന്ദൻ പറയുകയുണ്ടായി. അപ്പം അത്ര ശക്തമായിട്ടുള്ള അതിരൂക്ഷമായിട്ടുള്ള എതിർപ്പുകൾ ഉയർന്നു വന്നിട്ടും എന്തുകൊണ്ടാണ് MV ഗോവിന്ദൻ തൻ്റെ ഭാര്യയെ MLA ആക്കാൻ നിർബന്ധം പിടിച്ചത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടേ സുഹൃത്തുക്കളെ? അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് TK ഗോവിന്ദൻ്റെ പത്രസമ്മേളനത്തിൽ TK ഗോവിന്ദൻ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് പ്രസക്തി വർദ്ധിക്കുന്നത്. ഒന്നാമതായിട്ട് അദ്ദേഹം പറഞ്ഞെന്താ, പാറയിൽ സാജൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയം. പാറയിൽ സാജൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ PK ശ്രീമതിയുടെ പിടിവാശി ആണ് സാജനെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്ന് TK ഗോവിന്ദൻ പറഞ്ഞു. അതിനേക്കാൾ ഉപരി TK ഗോവിന്ദൻ വേറൊരു കാര്യം പറഞ്ഞു, ഒരു സൂചന അതിനകത്ത് നൽകി. എന്താണ്? പല സുപ്രധാന രേഖകളും, അതായത് PK ശ്യാമളയ്ക്ക് ഈ വിഷയത്തിൽ പങ്കുണ്ടെന്ന് ഇതിന് തെളിവായി മാറാവുന്ന പല സുപ്രധാന രേഖകളും മുനിസിപ്പൽ ഓഫീസിൽ നിന്ന് അപ്രത്യക്ഷമായി എന്നുള്ള കാര്യം
പിന്നെ ടി കെ ഗോവിന്ദനോട് പറഞ്ഞു. എന്ന് മാത്രമല്ല, ടി കെ ഗോവിന്ദൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞു. ഇതിൽ ബന്ധപ്പെട്ട പല ഉദ്യോഗസ്ഥന്മാരെയും ആദ്യം സസ്പെൻഡ് ചെയ്തു, അവരെ തിരിച്ചെടുത്തതിന് ശേഷം അവരിൽ പലരെയും പല മന്ത്രിമാരുടെ സ്റ്റാഫിലേക്ക് എടുത്തു എന്നുള്ള വിഷയവും ഗോവിന്ദൻ അവിടെ പറഞ്ഞു. അപ്പോൾ പാറയിൽ സാജന്റെ മരണവുമായി ബന്ധപ്പെട്ട് ശ്രീമതിക്ക് പി കെ ശ്യാമളയ്ക്ക് ബന്ധമുണ്ട് എന്ന് ഉള്ള വ്യക്തമായിട്ടുള്ള സൂചന ടി കെ ഗോവിന്ദന്റെ പത്രസമ്മേളനത്തിൽ ഉണ്ടായിരുന്നു. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താ? രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത് പാർട്ടി എം എൽ എമാരുടെ തളിപ്പറമ്പിലെ ഫണ്ട് ചെലവഴിക്കുന്നത് മണ്ഡലം കമ്മിറ്റിയാണ്. പാർട്ടിയുടെ എം എൽ എമാർ നേരിട്ടല്ല, അവർ ഫണ്ട് മണ്ഡലം കമ്മിറ്റിയെ ഏൽപ്പിക്കും. മണ്ഡലം കമ്മിറ്റിയിലെ പാർട്ടി ചുമതലക്കാരനാണ് അത് ഏതൊക്കെ പ്രവർത്തനത്തിന് വേണ്ടി ചെലവഴിക്കണം എന്നുള്ളത് തീരുമാനിക്കുക. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ മണ്ഡലം കമ്മിറ്റിയുടെ ചുമതല ഉണ്ടായിരുന്നപ്പം എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഞാനായിരുന്നു അതിൻ്റെ ചുമതല എടുത്ത് അത് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ പിന്നീട് കണക്കുകളും കാര്യങ്ങളും ഒക്കെ നോക്കും, അത് ഓഡിറ്റ് ചെയ്യും, ഓഡിറ്റർമാരെ വെക്കും. പക്ഷേ എം വി ഗോവിന്ദൻ ഈ അടുത്ത കാലത്തായി, അല്ലെങ്കിൽ എം വി ഗോവിന്ദൻ എം എൽ എ ആയതിനു ശേഷം മണ്ഡലത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണക്കുകൾ ഈ മണ്ഡലം കമ്മിറ്റിയുടെ അറിവില്ലാതെ എം വി ഗോവിന്ദൻ നേരിട്ടാണ് ചെലവഴിച്ചു കൊണ്ടിരുന്നത് എന്നുള്ള ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണവും ടി കെ ഗോവിന്ദൻ ഉന്നയിക്കേണ്ടായി സുഹൃത്തുക്കളെ. അപ്പൊ അവിടെ അഴിമതി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്താ? അവിടെ ഈ അടുത്ത കാലത്ത് നടന്നൊരു ഹാപ്പിനെസ് ഫെസ്റ്റിവൽ, കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് കോടിക്കണക്കിന് രൂപ പലരിൽ നിന്നും പിരിച്ച് ഹാപ്പിനെസ് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ടൊരു ഫെസ്റ്റിവൽ തളിപ്പറമ്പ് മണ്ഡലത്തിൽ നടന്നു. ഉടനെ അതുമായി ബന്ധപ്പെട്ട് വേടനെ ഒക്കെ കൊണ്ടുവന്നൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ടാവും. അതിനുവേണ്ടി കോടിക്കണക്കിന് രൂപ പിരിച്ചു. ആ പിരിച്ച കോടിക്കണക്കിന് രൂപയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ പാർട്ടി കമ്മിറ്റികൾക്കൊന്നും യാതൊരു വിധത്തിലുള്ള വിവരവും അതിനെക്കുറിച്ചിട്ടില്ല എന്നാണ് ടി കെ ഗോവിന്ദൻ പറഞ്ഞത്. എന്നിട്ട് ടി കെ ഗോവിന്ദൻ ചില ദുസൂചനകൾ നൽകി. എന്താണ്? അവിടെ പല സിനിമാ നടന്മാരും വന്നു, അവിടെ പാർട്ടിക്കാർക്കൊന്നും സിനിമാ നടന്മാരുമായിട്ട് ബന്ധമുള്ളതായിട്ട് നമുക്കറിയില്ല, എം വി ഗോവിന്ദനും സിനിമാ നടന്മാരുമായിട്ട് ബന്ധപ്പെട്ടതായിട്ട് അറിയില്ല എന്ന് പറയുമ്പോൾ എം വി ഗോവിന്ദന്റെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മകന്റെ ഇടപെടലിലാണ് ഈ ഹാപ്പിനെസ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ സിനിമാ നടന്മാർ വന്നത് എന്നാണ് ടി കെ ഗോവിന്ദൻ സൂചിപ്പിക്കുന്നത് പരോക്ഷമായി. എന്ന് മാത്രമല്ല, ഈ ഹാപ്പിനെസ് ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം തീരുമാനിക്കുന്നത് എം വി ഗോവിന്ദന്റെ വീട്ടിൽ നിന്നാണ് എന്നുള്ള ആരോപണവും ടി കെ ഗോവിന്ദൻ ആ പത്രസമ്മേളനത്തിൽ ഉയർത്തുകയുണ്ടായി. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം എന്താ? തൻ്റെ ഭാര്യയെ അവിടെ ആക്കണം, തൻ്റെ ഭാര്യ എം എൽ എ ആക്കണം എന്നുള്ളൊരു നിർബന്ധത്തിൻ്റെ, വെറുമൊരു നിർബന്ധത്തിൻ്റെ പുറത്ത് മാത്രമല്ല എം വി ഗോവിന്ദൻ വാശി പിടിച്ചത് എന്ന് വ്യക്തമാകുന്നു. തൻ്റെ ഭാര്യ തനിക്ക് ശേഷം അടുത്ത എം എൽ എ ആയിട്ട് അവിടെ വരണമെന്ന് എം വി ഗോവിന്ദൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എം വി ഗോവിന്ദൻ്റെ കാലത്ത് നടന്നിട്ടുള്ള പല അഴിമതികളും മറച്ചു വെക്കാനും, തൻ്റെ ഭാര്യ ഒരുപക്ഷെ നാളെ ഒരു ആത്മഹത്യാ പ്രേരണ കേസിൽ പെടുമെങ്കിൽ അതിൽ നിന്ന് അവരെ രക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയും ആണോ എം വി ഗോവിന്ദൻ തൻ്റെ ഭാര്യയെ അവിടെ കൊണ്ടുവരാൻ നിർബന്ധിച്ചത് എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരില്ലേ സുഹൃത്തുക്കളെ? ഇപ്പം ടി കെ ഗോവിന്ദൻ ചോദിച്ചു, 3 തവണ എം എൽ എ ആയി, 3 തവണ എം എൽ എ ആയിട്ട് അവിടെ നിന്ന് മാറുമ്പം ഭാര്യ അവിടെ വന്നിരിക്കണമെന്ന് ഇത്ര നിർബന്ധം എന്താണ് എം വി ഗോവിന്ദന്? നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജില്ലാ കമ്മിറ്റിയിലും മണ്ഡലം കമ്മിറ്റിയിലും ഒക്കെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടായിട്ടും അത് തൻ്റെ സാന്നിധ്യത്തിലായിരുന്നിട്ട് പോലും തൻ്റെ ഭാര്യയെ നിർത്തണം എന്ന് എം വി ഗോവിന്ദൻ നിർബന്ധം പിടിച്ചത് എന്തുകൊണ്ടാണ്? തൻ്റെ ഭാര്യ അല്ല കണ്ണൂർ ജില്ലയിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള നേതാക്കന്മാരിൽ 6 വനിതാ നേതാക്കന്മാരിൽ പോലും എത്താത്ത ഒരാളാണെന്ന് അറിഞ്ഞിട്ടും തൻ്റെ ഭാര്യയെ ഉറച്ച ആ മണ്ഡലത്തിൽ നിർത്തണം എന്ന് എം വി ഗോവിന്ദൻ നിർബന്ധിച്ചത് എന്തിനാ? ഇതൊന്നും വെറുതെ അല്ല എന്നുള്ളത് വ്യക്തം. താൻ നടത്തിയിട്ടുള്ള, തൻ്റെ കുടുംബം നടത്തിയിട്ടുള്ള, തൻ്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള പല അനധികൃത പ്രവർത്തനങ്ങളും മറച്ചു വെക്കപ്പെടണമെങ്കിൽ, അത് പൊതുജനങ്ങളിൽ നിന്നും പാർട്ടി അണിയിൽ നിന്നും മറച്ചു വെക്കപ്പെടണമെന്നുണ്ടെങ്കിൽ താൻ അവിടുന്ന് വിട്ടൊഴിയുമ്പോൾ തൻ്റെ സ്ഥാനത്ത് എം എൽ എ ആയി തൻ്റെ ഭാര്യ പി കെ ശ്യാമള വരണം എന്ന് എം വി ഗോവിന്ദന് നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ അതുകൊണ്ട് മാത്രമാണ് അതിരൂക്ഷമായിട്ടുള്ള, അതിശക്തമായിട്ടുള്ള എതിർപ്പുകൾ ഉയർന്നു വന്നിട്ടും തൻ്റെ ഭാര്യയെ അവിടെ സ്ഥാനാർത്ഥിയാക്കാൻ എം വി ഗോവിന്ദൻ തീരുമാനിച്ചത്. ഇപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവല്ലേ ടി കെ ഗോവിന്ദൻ. ടി കെ ഗോവിന്ദൻ പാർട്ടിയിൽ നിന്ന് പോകാൻ കാരണം എന്താ? ഈ ശ്യാമള വിഷയത്തിൽ മാത്രമല്ലേ? ശ്യാമള സ്ഥാനാർത്ഥി അല്ലാതായിരുന്നെങ്കിൽ ടി കെ ഗോവിന്ദൻ ഈ പാർട്ടിയിൽ നിന്ന് പോകില്ലായിരുന്നല്ലോ. അപ്പോൾ ഇത്രയും വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്നും ഇത്രയും വലിയ പൊട്ടിത്തെറി ഉണ്ടാകുമെന്നും ഒക്കെ എം വി ഗോവിന്ദന് ഉറപ്പുണ്ടായിരുന്നിട്ടും എം വി ഗോവിന്ദന് തൻ്റെ ഭാര്യ തനിക്ക് പകരം
തളിപ്പറമ്പിൽ മത്സരിക്കണം എന്ന് നിർബന്ധമുണ്ടായിരുന്നുവെങ്കിൽ അതിൻ്റെ ഒരേ ഒരു കാരണം താൻ അവിടെ ഉണ്ടായിരുന്നപ്പോൾ നടത്തിയിട്ടുള്ള ഒരുപാട് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ, അഴിമതി പ്രവർത്തനങ്ങൾ, അതൊക്കെ മറച്ചു വെക്കണമെങ്കിൽ തൻ്റെ ഭാര്യ അവിടെ വന്നേ മതിയാവൂ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് എന്നത് തീർത്തും വ്യക്തമാണ്.